നമസ്കാരം. ക്ഷേമ പെൻഷൻ ഇനത്തിൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നവംബർ മാസത്തിൽ 3200 രൂപ വീതമാണ് എത്തിച്ചേരുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണത്തിന് ശേഷം നവംബർ മാസം ആദ്യവാരം തന്നെ ഒരു ഗഡു പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു. നവംബർ 1 കേരള പിറവി ദിനത്തിലായിരുന്നു ധനമന്ത്രി KN ബാലഗോപാൽ ഒരു മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപ വീതം വിതരണം ആരംഭിച്ചിരുന്നത്. തുക വിതരണം ആരംഭിച്ച ശേഷം പെൻഷൻ എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗം പേർക്കും ഇന്നും നാളെയുമായി പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ കൈകളിലേക്ക് സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണമാണ് ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് 2 ആഴ്ച ഇടവേളയിൽ 2 ഗഡു ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തത്. ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുക നവംബർ 15 കൂടി വിതരണം പൂർത്തിയാക്കും എന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് നവംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയല്ല. കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിൽ ഒരു ഗഡു മാത്രമാണ്. അതിനാൽ തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും ഉടൻ തന്നെയുണ്ടാകും. നവംബർ മാസം 25-ന് ശേഷമായിരിക്കും തുക വിതരണം ആരംഭിക്കുക. അതിനാൽ തന്നെ ഈ കുറഞ്ഞ കാലയളവിൽ ഒക്ടോബർ മാസത്തിലെ ക്ഷേമ പെൻഷനും നവംബർ മാസത്തിൽ ആദ്യവാരം നടന്നുകൊണ്ടിരിക്കുന്ന കുടിശ്ശിക പെൻഷനും അതിനാൽ തന്നെ ഒക്ടോബർ മാസത്തിലെയും നവംബർ മാസത്തിലെയും പെൻഷൻ തുക കൂട്ടിച്ചേർത്ത് 4800 രൂപ വീതമായിരിക്കും ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക. ഇനി പെൻഷൻ മുടങ്ങിക്കിടക്കുന്നവർ നിങ്ങളുടെ QR ഐഡിയോ ആധാർ നമ്പറോ ഉപയോഗിച്ച് സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. കൂടുതൽ പെൻഷനുമായുള്ള അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ല. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ല.